വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജുഈസ്. SLCയുടെ സോഷ്യൽ സയൻസിൻ്റെ നാളെ നമുക്ക് പബ്ലിക് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പം അധികം സമയം ഞാൻ കളയുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1 കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. എല്ലാവരും അത് കണ്ട് നോട്ട്സ് എഴുതി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സമയം കളയാതെ നമുക്ക് അടുത്ത ഇതിലോട്ട് തന്നെ പോകാം. പാർട്ട് 2 ആണിത്. ഫസ്റ്റ് ചോദ്യം, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർവ്യൂ. നമുക്കറിയാം ഒബ്സർവേഷനും ഇൻ്റർവ്യൂ ഒക്കെ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അത് നമുക്ക് 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോഷ്യോളജിയുടെ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ, അതായത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി ഏതൊക്കെയാണ്, അത് നിർബന്ധമായിട്ട് നിങ്ങളതെല്ലാം പഠിച്ചേക്കണം. എന്തൊക്കെ വരും അതിൽ? സോഷ്യൽ സർവേ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി അല്ലേ? അതൊക്കെ ആ 4 എണ്ണം. ഇൻ്റർവ്യൂ, ക്വസ്റ്റിനെയറും വരാം. ഇൻ്റർവ്യൂ, ക്വസ്റ്റിനെയർ, ഒബ്സർവേഷന്, സോഷ്യൽ സർവേ, കേസ് സ്റ്റഡി, ഇതൊക്കെ എന്താണ്? നമ്മുടെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജിയാണ്. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർവ്യൂ എന്നൊരു 2 മാർക്ക് ചോദ്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇൻ്റർവ്യൂ എന്താണ്, ക്വസ്റ്റിനെയർ എന്താണ്. ഇൻ്റർവ്യൂ, ഇൻഫർമേഷൻ ഈസ് കളക്റ്റിംഗ് ഓറലി അല്ലേ? സംസാര രൂപത്തിൽ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. റിസർച്ചർ റെക്കോർഡ്സ് ദ ഇൻഫർമേഷൻ. ക്വസ്റ്റിനെയർ ആണെങ്കിൽ the information is given in writing, the respondent provides information. അപ്പം 2 മാർക്ക് നിങ്ങൾക്ക് സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സെക്കൻഡ് ചോദ്യം എന്ന് പറഞ്ഞാൽ, എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ ഗൈഡ് സൊസൈറ്റി ടുവേർഡ്സ് ദ ഫോർമേഷൻ ഓഫ് സിവിക് കോൺസിക്വൻസസ് ഇൻ ദ ഫോളോയിങ് വേസ്. ഫാമിലി, എഡ്യൂക്കേഷൻ, മീഡിയ, അസോസിയേഷൻ, അങ്ങനെ പറഞ്ഞ് നമുക്ക് കുറേ സംഭവങ്ങളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം, ഇതൊക്കെ എങ്ങനെയാണ് സിവിൽ കോൺസിക്വൻസസിൻ്റെ ഇത് ബേസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ്? ഫാമിലിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഫാമിലിയിൽ നിന്ന് നമുക്ക് പേഴ്സണാലിറ്റി ഫോർമേഷൻ ഉണ്ടാകും. ലേൺ ടു റെസ്പെക്റ്റ് ദ എൽഡേഴ്സ്, എൻഗേജ് ഇൻ സോഷ്യൽ സർവീസ് ഫ്രം ദ പ്രൈമറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി, ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോസ്റ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്, ഡെവലപ്പ് സിവിക് കോൺസിക്വൻസസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും എടുത്ത് പഠിച്ചിരിക്കണം. ഫാമിലിയിൽ എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സഹായിക്കുന്നത്, മീഡിയ എങ്ങനെയാണ് സഹായിക്കുന്നത്, അങ്ങനെ ഏത് ചോദ്യം വേണമെങ്കിലും നമുക്ക് എടുത്ത് തന്നെ ചോദിക്കാം. അപ്പം നെക്സ്റ്റ് വൺ, എഡ്യൂക്കേഷൻ്റെ ടു എക്വിപ്പ് the individual to effectively utilize the knowledge gained through the learning of different subjects for the betterment of society, help to develop value consequences, tolerance, leadership qualities, scientific temper, etc. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തേതാണ് അസോസിയേഷൻസിൻ്റെ ആണെങ്കിൽ, അസോസിയേഷൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എംപവറിംഗ് പീപ്പിൾ by giving power and right to them. Associations impart civic and political consequences in individuals. They can create awareness about environment protection, charity and human rights through their activities. Next, media. Print and electronic media influence the society. News and information reach the masses through the media. Judicious and objective information lead to the formulation of creative ideas. Next, last one, democratic system. Democracy is the basis of all other components which help to develop civic consequences. It is a way of life more than a form of government. All our activities should have a democratic approach. Living in cooperation is essential for a democratic society. Giving back the cooperation and support received from others is a great sign of democratic consequences. Democracy prompts individuals to think about fellow beings and to work for the protection of their freedom, equality and rights. ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ അതിൽ എഴുതേണ്ടത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ പറ്റുന്നത് കുറച്ച് പോയിന്റ്സ് എങ്കിലും ആക്കി അത് നിർബന്ധമായിട്ട് അത് പഠിച്ചിരിക്കണം. 3 മാർക്കിനൊക്കെ എപ്പോഴും കയറി ചോദിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം,
തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും 4 മാർക്കിനോ ഒക്കെ കയറി ചോദിക്കുന്നതാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് 4 തിയറീസ് ആണുള്ളത്. ഡിവൈൻ റൈറ്റ് തിയറി, എവല്യൂഷണറി തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, പവർ തിയറി. ഡിവൈൻ റൈറ്റ് തിയറി കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്, king is answerable only to God. Next, evolutionary theory. State is the product of history. It was formed by social evolution. മൂന്നാമത്തത് social contract theory. State came into existence as a result of a contract by the people. State was constituted for fulfillment of human needs. Last one, power theory. State came into existence as a result of establishment of power by the strong over the weak. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. നെക്സ്റ്റ് ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് എ സ്റ്റേറ്റ്. പ്രധാനമായിട്ടും 2 തരം ഫാക്ടേഴ്സാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഒബ്ലിഗേറ്ററി ഫാക്ടേഴ്സും ഉണ്ട്, ക്രിയേഷണറി ഫാക്ടേഴ്സും ഉണ്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒബ്ലിഗേറ്ററി ഫാക്ടേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, മെയിൻ്റനൻസ് internal peace, protection of rights, implementation of justice. ഡിസ്ക്രിയേഷണറി ഫാക്ടേഴ്സിൽ വരുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, ഇംപ്ലിമെൻറ്റ് വെൽഫെയർ പ്രോഗ്രാംസ്, പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. നമുക്കിനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ടായിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പം അതൊന്ന് നോക്കി വെച്ചിരിക്കണം. മലയാളി മെമ്മോറിയലിനെ പറ്റി ചോദിച്ചാൽ ഇൻ ട്രാവൻകൂർ പൊളിറ്റിക്കൽ സ്ട്രഗിൾ സ്റ്റാർട്ടഡ് ഇൻ 1891 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബാരിസ്റ്റർ GP പിള്ളെ. ഓർത്തു വെച്ചോണം, ആരുടെ ലീഡർഷിപ്പിലാണ് മലയാളി മെമ്മോറിയൽ എന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയുടെയാണ്. വർഷം എത്രയാണെന്ന് ചോദിച്ചാൽ 1891 കേട്ടോ. എ പെറ്റീഷൻ വാസ് സബ്മിറ്റഡ് ടു ദ കിങ് സൈൻഡ് ബൈ മോർ ദാൻ 10,000 പീപ്പിൾ സീക്കിംഗ് proportionate representation for the people of Travancore in government jobs. It was known as Malayali Memorial. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഈഴവ മെമ്മോറിയൽ ഇൻ 1896. മലയാളി മെമ്മോറിയൽ ഇൻ 1891 ബാരിസ്റ്റർ GP പിള്ളെ. ഈഴവ മെമ്മോറിയൽ ഇൻ 1896 ഡോക്ടർ പൽപു സബ്മിറ്റഡ് എ മെമ്മോറിയൽ ടു ദ കിങ് റേസിംഗ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഈഴവ കമ്മ്യൂണിറ്റി. ഇറ്റ് വാസ് നോൺ ആസ് ഈഴവ മെമ്മോറിയൽ. നെക്സ്റ്റ് വൺ ഈസ് നിവർത്തന പ്രക്ഷോഭം ഓർ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. ഒന്നെങ്കിൽ നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു തരും. അതിലെ നേതാക്കന്മാരുടെ പേര് പഠിച്ചോണം. നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ കയറി ചോദിച്ചിരിക്കും കേട്ടോ. നിവർത്തന പ്രക്ഷോഭം ഓർ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് ഇൻ 1932 ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റീസ്, നോട്ട് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റീസ് സ്റ്റാർട്ടഡ് അജിറ്റേഷൻ സീക്കിംഗ് റിസർവേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ പോപ്പുലേഷൻ. ഇറ്റ് വാസ് ലെഡ് ബൈ, പേരുകൾ പഠിച്ചോണം, NV ജോസഫ്, PK കുഞ്ഞു ആൻഡ് C കേശവൻ. C കേശവനാണ് അതിൽ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർ. നെക്സ്റ്റ് ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശി റിവോൾട്ട് ബേസ് ചെയ്തൊരു 4 മാർക്ക് ചോദ്യം നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. പഴശ്ശി റിവോൾട്ടിനെ പറ്റി എഴുതാനുള്ളത് നോക്കിക്കോ. പഴശ്ശി റിവോൾട്ട്. ദ ബ്രിട്ടീഷ് promised Palshi the right to collect tax from Kottayam region as reward for helping them in the wars against Mysore. But the British refused to keep their promise. They claimed their dominance over Wayanad. Palshi Raja organized the people and fought against this injustice of the British. He was helped by Chemban Pokar, Kaideri Ambu Nayar, Edachena Kungan Nayar and Talakal Chandu, the leader of the Kurichiyas in Wayanad. ഇപ്പോൾ പഴശ്ശി റിവോൾട്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് 4 മാർക്ക് ചോദ്യം നേരത്തെയുള്ള എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻസ് നോക്കി വെച്ചുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി അതെന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിതാണ് കമ്മീഷൻസ് കേട്ടോ. കമ്മീഷൻസും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ റെക്കമെൻഡേഷൻസും നമുക്കത് നോക്കാം. ഫസ്റ്റ് കമ്മീഷൻ 1948 രാധാകൃഷ്ണ കമ്മീഷൻ.
അത് എന്തിനു വേണ്ടിയാണെന്ന് മെയിൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു സ്റ്റഡി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. റെക്കമെൻഡേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗീവ് എംബസീസ് ടു വുമൻ എഡ്യൂക്കേഷൻ, ഫോം ദ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ. നെക്സ്റ്റ് 1952 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ടു സ്റ്റഡി സെക്കൻഡറി എഡ്യൂക്കേഷൻ. റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻറ്റ് 3 ലാംഗ്വേജ് ഫോർമുല, ഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, എസ്റ്റാബ്ലിഷ് മൾട്ടി-പർപ്പസ് സ്കൂൾസ്, ഫോം എ കൗൺസിൽ ഫോർ ടീച്ചർ ട്രെയിനിങ്. Next, third commission, Kothari Commission, to purpose a national pattern of education. Implement and recommendations are implement 10+2+3 pattern of education. Started vocational education at secondary level. Focus on value education. നിർബന്ധമായിട്ടും കമ്മീഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ചോദ്യം. നെക്സ്റ്റ് നമുക്ക് മാച്ച് ദ ഫോളോയിങ് പോലെ 1 മാർക്കിനൊക്കെ കയറി ചോദിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് കേട്ടോ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫൗണ്ടർ ആരെന്ന് വെച്ചാൽ വില്യം ജോൺസ്. ഇപ്പോൾ തന്നെ കാണാതെ പഠിച്ച് പൊക്കോണം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ജോൺസ്. കൽക്കട്ട മദ്രാസ് അത് അതിൻ്റെ ഫൗണ്ടർ വാരൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത് കോളേജ് ആരുടെയാണ്? ജൊനാഥൻ ഡങ്കൻ. ഇമ്പോർട്ടൻ്റ് ആണ് അത്. ബനാറസ് സംസ്കൃത് കോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചോണം. ജൊനാഥൻ ഡങ്കൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വദേശി മൂവ്മെൻറ്റ് ചോദിച്ചാൽ അല്ലെങ്കിൽ സ്വദേശി മൂവ്മെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു 9 പോയിൻറ്റ്സ്. നിങ്ങൾക്ക് പോയിൻ്റ് ആയിട്ട് സോഷ്യലിൽ നമ്മൾ എപ്പോഴും ഒരുപാട് വലിച്ചു നീട്ടി എഴുതും. നമ്മൾ സോഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വലിച്ചു നീട്ടി എഴുതുകയെന്ന് ഓർക്കുന്നത്. പക്ഷേ നമുക്ക് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ പോയിൻ്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അതാണ് സോഷ്യലിൻ്റെ പ്രത്യേകത. അപ്പോൾ വലിച്ചു നീട്ടി എഴുതിയില്ലെങ്കിലും പോയിൻ്റ് ആയിട്ട് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാട്ടോ. നോക്കിക്കോ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്? സ്റ്റാർട്ടഡ് ഇൻ 1905. ഓർത്ത് വെച്ചോണം, 1905ൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ നടന്നത് 1905 ആട്ടോ, ഓർത്തോണേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ. സ്റ്റാർട്ടഡ് ഇൻ 1905 ഇൻ റിലേഷൻ വിത്ത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. നെക്സ്റ്റ് പോയിന്റ്, ന്യൂ മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ്. തേർഡ് പോയിന്റ്, ബോയ്ക്കോട്ട് ദ ഫോറിൻ ഗുഡ്സ് ആൻഡ് സ്ട്രെങ്തൻ ഇന്ത്യൻ ഇൻഡസ്ട്രി. ഫോർത്ത് വൺ, കൺസപ്ഷൻ ഓഫ് ഇൻഡിഗ്നീഷ്യസ് ഗുഡ്സ്. Fifth one, various industries started by the Indians. Sixth one, students quit the school. Seventh one, women boycotted foreign bangles and utensils. Eighth one, Balagangadhar Tilak, Lala Lajpat Rai, Bipin Chandra Pal. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രാവശ്യത്തെ 3 മാർക്ക് ചോദ്യമായിരുന്നു. ലാൽ പാൽ ബാൽ ആരാണെന്ന്. ആരൊക്കെയാണ്? ബാലഗംഗാധർ തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ were the important leaders supported the boycott movement. ഇറ്റ് സ്ട്രെങ്തൻഡ് നാഷണലിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വദേശി മൂവ്മെൻറ്റ് നോക്കി പഠിച്ചിട്ടേ പോകാവൂ. പോയിൻ്റാക്കി പഠിച്ചിട്ട് പോകാവൂ കേട്ടോ. നെക്സ്റ്റ് ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ഹു വെയർ നോൺ ആസ് ലാൽ ബാൽ പാൽ, വാട്ട് ഡിഡ് ദെയർ എംബസൈസ്? ലാൽ പാൽ ബാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക് ആൻഡ് ബിപിൻ ചന്ദ്ര പാൽ. ദേ എംബസൈസ് ദ നെസസിറ്റി ഓഫ് ഓവർ ത്രോയിങ് ദ ഫോറിൻ റൂൾ. നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്? 4 മാർക്ക് ചോദ്യമായിട്ട് പല എക്സാമിനും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് പഠിച്ചിട്ടേ പോകാം കേട്ടോ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്? ഫസ്റ്റ് പോയിന്റ്, ഇൻ ദ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ സെമീന്ദാർസ്. സെമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ് വെയർ ഹി ഹാഡ് ദ jurisdictions to collect tax. While the zemindars become the owners of the land, the actual farmers became tenants. Farmers were to pay up to 60% of the yield as tax. Tax was to be paid even at the time of poor yield. The tax was to be paid in cash strictly before the കട്ട് ഓഫ് ഡേറ്റ്. നിർബന്ധമായിട്ടും ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്സ് പഠിച്ചേക്കണം. നെക്സ്റ്റ് ചോദ്യം. ഇനി നമ്മുടെ എസ്ഐക്ക് ചോദിക്കുന്ന ടൈപ്പ് അമേരിക്കൻ റവല്യൂഷൻ ഓൾറെഡി നമ്മുടെ മോഡലിന് ചോദിച്ചതുകൊണ്ട് ചോദിക്കാൻ എത്രമാത്രം ചാൻസ് ഉണ്ടെന്ന് അറിയില്ല. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു PDF ഇടുകയാണ്, നിങ്ങളത് നോക്കി പോവുക. അമേരിക്കൻ റവല്യൂഷനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് എസ്ഐക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ ഷോർട്ട് നോട്ട്. ഓക്കെ, അമേരിക്കൻ റവല്യൂഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവല്യൂഷൻസ് ഓഫ് ദ വേൾഡ്. ഇറ്റ് ഹാഡ് മെനി റീസൺസ് ഫ്രം ദ 16th
C onwards, the Europeans began to migrate to North America to exploit the resources. The mercantilist policies adopted by British in the 13 colonies in North America were the background for the American War of Independence. As a part of mercantilism, Britain implemented several laws in the colonies. They are: British ships must use for carrying goods. Products like sugar, cotton, tobacco only are exported to England. British stamps for all legal papers, newspapers, license, etc. Import tax for tea, glass, paper, etc. meet the expense of British troops. British treated these colonies as center for collecting raw materials and as market for selling their products. The ideologies of some thinkers also encouraged the people of the colonies to fight against the exploitative law of the British. The delegates of the colonies met at Philadelphia in 1774 to protest against policies and rules imposed by England. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. നിർബന്ധമായിട്ട് നമ്മൾ ഈ 4 റെവല്യൂഷൻസും നല്ലതായിട്ട് പഠിച്ചു പോവുക. എൻ്റെ ഒരു പ്രൊഡക്ഷൻ റഷ്യൻ റെവല്യൂഷനാണ്. അതുപോലെ തന്നെ ചൈനീസ് റെവല്യൂഷനെ നോക്കിയേക്കണം. കാരണം വെച്ചാൽ ചൈനീസ് റെവല്യൂഷൻ ഒരു വർഷമേ ചോദിച്ചിട്ടുള്ളൂ 2023, പിന്നെ ഇതുവരെ ചോദിച്ചിട്ടില്ല. റഷ്യൻ റെവല്യൂഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു ചാൻസ് റഷ്യൻ റെവല്യൂഷൻ ഉണ്ട്, ടെക്സ്റ്റ് മാറുന്നതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനും അമേരിക്കൻ റെവല്യൂഷനും നിങ്ങൾ നോക്കിയിട്ടേ പോകാം. ഈ 4 എണ്ണം സ്കിപ്പ് ചെയ്യരുത്. കാരണം വെച്ചാൽ 8 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ആൻഡ് ലാസ്റ്റ് ചോദ്യം. അടുത്തത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സിറ്റിസൺഷിപ്പ്. വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ്? മെൻഷൻ 2 ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പ് ഈസ് ദ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. ദർ ആർ 2 ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ്. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, സെക്കൻഡ് വൺ ഈസ് അക്വേർഡ് സിറ്റിസൺഷിപ്പ്. നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഈസ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. ജനിക്കുമ്പോൾ കിട്ടുന്ന പൗരത്വം, അതാണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. അക്വേർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ when a person acquires, നേടിയെടുക്കുകയാണ് സിറ്റിസൺഷിപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ദ ലീഗൽ പ്രൊസീജിയേഴ്സ് ഓഫ് എ നേഷൻ, ഇറ്റ് ഈസ് അക്വേർഡ് സിറ്റിസൺഷിപ്പ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് ആർ ഓഫ് 2 ടൈപ്പ്. ദേ ആർ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് ആൻഡ് അക്വേർഡ് സിറ്റിസൺഷിപ്പ്. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ക്ലാസ് എന്നല്ല, നിങ്ങൾക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സാണ്. അപ്പം അതിൽ നിന്ന് സോർട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കൂടുതൽ ഊന്നൽ നൽകി തന്നെ പഠിക്കുക. സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഇനി നമുക്ക് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എൻ്റെ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും A+ ലഭിക്കട്ടെ. നല്ല 70 എബോവ് മാർക്ക് സ്കോർ ചെയ്താലേ പറ്റൂ. എല്ലാവർക്കും നല്ല മാർക്കുകൾ ലഭിക്കട്ടെ. അത്ര വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് കുറച്ച് തന്നിട്ടുണ്ട്. ഈ 10-21 ചാപ്റ്ററിൽ 15 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൂട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് കാണും. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും A+ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എജ്യുഇസിന് വേണ്ടി ഞാൻ എൻ്റെ ക്ലാസ് ഇന്ന് ഇവിടത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.